വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വലിയ വിവാദമായി മാറുകയാണ്. അതിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: നമ്മുടെ വീടുകളിൽ അവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു, അവർ നോട്ടമിട്ടതിൽ പകുതിയിലേറെ പേരെയും കൊന്നു തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. ആ പറഞ്ഞു വരുന്ന വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ നോട്ടമിട്ട 58 ഭീകരരുണ്ട്. അതിൽ 11 പേരെയും ഇന്ത്യ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ റോയാണ് എന്നുകൂടി ഈ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് വ്യക്തമായി തന്നെ പറയുന്നു. 2021 മുതലാണ് ഈ പരിപാടികൾ ഇന്ത്യ ആരംഭിച്ചത്. ഈ കൊല്ലപ്പെട്ടവരിൽ ഏറെയും ഐക്യരാഷ്ട്ര സംഘടന ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചവരാണ്. ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന 2 ഭീകര സംഘടനകൾ. ഇവരെ ഐക്യരാഷ്ട്ര സംഘടന ഭീകര സംഘടനകളുടെ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നവരാണ്. ഈ കുറ്റവാളികളും അത്തരത്തിൽ തന്നെയാണ്. ഈ ഭീകരരെ കൊല്ലുവാനായിട്ട് റോ ഉപയോഗിച്ചിരിക്കുന്നത് പ്രാദേശിക, അതായത് പാകിസ്ഥാനിൽ തന്നെയുള്ള കുറ്റവാളികളെയും ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലുള്ള വാടക കൊലയാളികളെയുമാണ് ഈ കൊലപാതകത്തിനായി റോ ചുമതലപ്പെടുത്തിയിരുന്നത്. ഇവർക്കുള്ള പണം ദുബായിലുള്ള വ്യാപാരികൾ വഴി ഹവാല ഇടപാടായിട്ടാണ് ഇവർക്ക് എത്തിച്ച് നൽകിയിരുന്നത്. റോയുടെ ഈ നീക്കങ്ങൾ മനസ്സിലാക്കാൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഇതിൻ്റെ എല്ലാം ഒരു അന്വേഷണം പൂർത്തിയാക്കി ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഒരു വലിയ റിപ്പോർട്ട് അമേരിക്കയ്ക്ക് നൽകിയിരുന്നു. പക്ഷേ അമേരിക്കയും ആ റിപ്പോർട്ട് കാര്യമായി എടുത്തില്ല. അതായത് അമേരിക്ക കൂടി അറിഞ്ഞുകൊണ്ട്, ഇല്ല ഈ ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു ഈ ഭീകരന്മാരെ കൊലപ്പെടുത്തിയതെന്ന് ഈ പത്രം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അജ്ഞാതനെ തേടി അലയുകയായിരുന്നു ഇക്കാലം അത്രയും പാകിസ്ഥാനിൽ ഉള്ളവരെങ്കിൽ ഇപ്പോൾ അജ്ഞാതന് ഒരു മേൽവിലാസം ഉണ്ടായിരിക്കുന്നു. അത് ഇന്ത്യയിലെ റോയാണ്. റോ ഏർപ്പെടുത്തുന്നവരാണ് കൊലപ്പെടുത്തുന്നതെന്നാണ് ഇപ്പോൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.